ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രാത്രി മുതലാണ് കേട്ടോ. അന്നത്തെ ആ ഒരു വിശേഷങ്ങളും പിന്നെ പിറ്റേ ദിവസം ലിച്ചൂസിൻ്റെ മദ്രസയിലോട്ട് ഉസ്താദുമാർക്കുള്ള സ്നാക്സും ചായയും അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ സവോളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ ഇല്ലേ, ഉരുളക്കിഴങ്ങ്, അതൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേവ് കുറവായി കണ്ടപ്പോൾ ഞാൻ ഒന്നുകൂടി കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചിക്കനും കൂടി വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ കട്ട്ലറ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള തലേ ദിവസം തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ഫ്രൈ ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ ബ്രെഡും കൂടി ഞാനൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു ബോട്ടിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഇത്രയൊന്നും നമുക്ക് എന്തായാലും ആവശ്യമില്ല. പെൻസിൽ എന്റെ പൊന്നിങ്ങനെ ഒട്ടിച്ചു വെച്ചതാ. നീ ഇതായിരിക്കാൻ വന്നേ, ഓരോ പണിയെടുത്തോണ്ടിരിക്കുമ്പോ. മാഷാ അല്ലാഹ്. രണ്ടാമത് വച്ചിയാ? അതന്നെ. അതാ അവിടുന്ന് ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് അലക്കി വെച്ചതേനു കേട്ടാ. ആറിയിട്ടിട്ടില്ലേനു. അപ്പൊ എന്തായാലും ആറിയിടാന്ന് വിചാരിച്ചു. എന്റെ പൊന്നു മാജിക്കും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നാളെ ഉസ്താദിന് കൊണ്ട കൊടുക്കണ്ടേ? കഴിഞ്ഞാ? അടിപൊളി. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറോട്ടിക്കുള്ള പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പൊടി വെച്ചിട്ടാണ് അതെല്ലാം ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. കിച്ചണിലോട്ട് വന്നപ്പോൾ പണി കിട്ടിയല്ലേ? എനിക്കറിയാം. അവൾക്കില്ല ഇങ്ങനത്തെ ഇങ്ങനെ ഒരുമാതിരിയുള്ള ഇതിൻ്റെ അകത്തേക്ക് വേസ്റ്റ് ഇടും. കുഴപ്പമില്ല. അതിൻ്റെ അങ്ങനെ ഇട്ടിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അല്ല ഇതിൻ്റെ അകത്ത് വെച്ചോ, ഇതിമ വെച്ചു. അപ്പം ഇല്ലേ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി പണികളൊക്കെ. എന്തൊക്കെ ലേറ്റ് ആവുക? ഇപ്പൊ പോയി. ഇനി അത് കയറി കഥാ പോന്നു. ഇപ്പം ഇനി അത് കയറി. പാട് പാടി. ഇവിടുന്ന് ഇതാ നെയ് റോസ്റ്റിനും അതുപോലെ തന്നെ ഇഡലിക്കൊക്കെ ഉള്ള അരി രണ്ടും കൂടി ഒന്നിച്ചാണ് കേട്ടോ അരക്കുന്നത്. അപ്പോൾ അത് അരച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പുറത്ത് ഉമ്മ വരുന്നു. ഉമ്മ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ പിന്നെ നാളെ ഉസ്താദന്മാർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പിന്നെ കട്ട്ലറ്റ് ആക്കാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള മസാലയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. വീട് പോവും. ഇറങ്ങണേ, ഇറങ്ങാൻ പറഞ്ഞാൽ അതിനെ ഇറക്കി കൊടുത്തേ. മസാലയെല്ലാം ചൂടാറുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കറിയും ഒറോട്ടിയും അതുപോലെ തന്നെ അച്ചാറുണ്ടെങ്കിൽ മാങ്ങച്ചാറുണ്ടെങ്കിൽ പിന്നെ അതില്ലാണ്ട് ഞാൻ എന്തായാലും കഴിക്കില്ല കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ അതിൻ്റെ ഇടക്ക് നമ്മൾ നെയ്റോസ്റ്റിനുള്ള മാവില്ല അരക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ മസാലയും ചൂടാറും. പിന്നെ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് പിന്നെ അത് മോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതാ കട്ട്ലറ്റ് ആണ് കേട്ടോ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ കട്ട്ലറ്റ് ആക്കാൻ എല്ലാവർക്കും തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈസി ആയിട്ട്. ഇപ്പൊ നീ ടൈറ്റ് ആക്കണ്ട, ഉമ്മാന്റെ റൂമിൽ കൊണ്ടുവെക്ക്, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ആ റൂമിൽ കൊണ്ടുവെക്ക്. പോയി കൊണ്ടുവെക്ക്, ഓടിക്കും. 10 മണി കഴിഞ്ഞു. ഉപ്പ വരുമ്പോ വഴക്ക് കേൾക്കും. വഴക്ക് കേൾക്കും, ഓടിക്കും. പോയി ഉറങ്ങിക്കോ. ഞാനില്ലേ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്ന സമയത്ത് തന്നെ കയ്യെല്ലാം നനയുന്നതിന് മുന്നേ തന്നെ ഫുള്ള് എല്ലാ ഐറ്റംസും ഇതുപോലെ എടുത്തു വെക്കും. പിന്നെ ഇങ്ങനെ ഉരുളയായിട്ടാണ് കേട്ടോ എടുത്തു വെക്കുക. ആദ്യമേ തന്നെ ഇങ്ങനെ റൗണ്ടോ അല്ലെങ്കിൽ വേറെ ഷേപ്പൊന്നും ആക്കൂല കേട്ടോ. എന്നിട്ട് മുട്ടേൻ്റെ അകത്ത് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇതുമാതിരി അതിൻ്റെ അകത്ത് വെച്ചിട്ട് പരത്തിയിട്ട് കൊടുക്കും. എന്നിട്ട് മുകളിലോട്ട് കുറച്ച് പിന്നെ ക്രംസ് ഇല്ലേ അത് ഇട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഒട്ടും തന്നെ ഇത് ബാക്കി ഉണ്ടാവില്ലേ, പിന്നെ ബാക്കിയുള്ളതിനനുസരിച്ച് പിന്നെ ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് നല്ല ഈസി ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. വന്നമ്പാടല്ല എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒന്ന് മുഖം കാണിക്കും.
അപ്പോൾ കുറച്ച് പ്ലേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ കഴുകിനു, ബാക്കിയുള്ളതൊക്കെ കഴുകി തരുന്നുണ്ട്. ഇനിയില്ല, ഇത് കോട്ടിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ഇല്ല, ഇങ്ങനെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഏറ്റവും മുകളിലും ടിഷ്യൂ പേപ്പർ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ഫ്രീസറിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്കില്ലേ കുറച്ച് ദിവസമൊക്കെ സൂക്ഷിക്കാം കേട്ടോ. ഇതുപോലൊക്കെ ഞാൻ നോമ്പിനൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ പിന്നെ ക്ലീൻ ആക്കാണ്ടൊന്നും ഉറങ്ങാൻ വേണ്ടി നിന്നിട്ടില്ല. അപ്പോൾ എല്ലാ ഭാഗം നല്ല പോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ റൂമിലോട്ട് ചെന്നപ്പോഴേക്ക് അതുവരെ ഈ വീട്ടിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതാ ഈ ഒരു പാവേനും കെട്ടിപ്പിടിച്ചിങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ കട്ട്ലറ്റ് ഫ്രൈ ചെയ്ത് എടുക്കലാന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ എടുത്തിട്ട് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രാക്കോ ഒന്നും വീഴില്ല കേട്ടോ. നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുമാതിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിലും എണ്ണ അധികം കുടിക്കില്ല കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇതാ ഈ ഒരു വശത്ത് ചായയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചായയും കട്ട്ലറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉസ്താദന്മാർക്ക് ഇങ്ങനെ ഒരു ജഗ്ഗിലാണ് കേട്ടോ, തൊട്ടടുത്ത് തന്നെയല്ല. അപ്പം ഫ്ലാസ്കിൽ കൊടുത്തു വിടുന്നില്ല, ജഗ്ഗിലാണ് കേട്ടോ കൊടുത്തു വിടുന്നേ. സന്തോഷായില്ലേ? ലിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലും വരുന്നതും അതുപോലെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതാ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൾക്കിന്ന്. ഇങ്ങനെ ഇക്കയും ലിച്ചൂസും കൂടി മദ്രസയിലോട്ട് പോയിട്ടാ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് വേണ്ടിയിട്ട് ഫ്രൈ ആക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സമയത്ത് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു ബോക്സിലിട്ടിട്ട് അടച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. 4 മണിയൊക്കെ ആകുമ്പോഴേ എന്തായാലും കഴിക്കുള്ളൂ. ബാക്കി കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഫ്രീസറിൽ തന്നെ വെക്കാം കേട്ടോ. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡെല്ലാം ആക്കുന്നത്. നമ്മുടെ മാവില്ലേ, ഇത് കണ്ടോ, ഇതിപ്പം ഞാൻ ഒഴിച്ചതിൻ്റെ ഡബിളായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊരു ഉച്ച വരെയൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഇതാവും കേട്ടോ. പക്ഷെ എനിക്ക് ഒരുപാട് പുളിക്കുന്നത് ഇഷ്ടമില്ല. ഞാൻ പുളിക്കാണ്ടാണ്, പൊന്തി വരും എങ്കിലും എൻ്റെ മാവിന് പുളി കുറവായിരിക്കും. നെയ് റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഇഡലിക്കാണെന്നുണ്ടെങ്കിലും പുളി കുറവായിരിക്കും. ഉമ്മേൻ്റെ നെയ് റോസ്റ്റ് എങ്ങനെയുണ്ട്? മസാല ദോശ സൂപ്പർ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. അപ്പം ഇനി ഇതുമാതിരി തന്നെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റും കേട്ടോ. ആവശ്യമുള്ള സമയത്ത് ഇതിനകത്തുനിന്ന് എടുത്തിട്ട് വെള്ളം കൂട്ടിയിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പ് അതെന്താ മൈനസ് മൈനസ് ഉമ്മ ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കാണലില്ല, തിന്നുമ്പോഴേ കാണുള്ളൂ. വൈറ്റ് വൈറ്റ് നോക്കി എത്രയാ പറിച്ചിട്ട് വന്നേ. എടേ എല്ലാം ഇമ്മ തന്നെ നട്ടുവെക്കല്ല, എല്ലാം ഇമ്മ തന്നെ. വേറെ ചട്ടി ഇതാ ഇവിടെ ഈ സൈഡിൽ ഇതില് നട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ആക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ.